നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ എന്നോടൊപ്പം വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. നമ്മൾ ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയം, അതായത് നമ്മൾ തമ്മിൽ സംസാരിക്കാത്തൊരു വിഷയം, വലിയൊരു ഇമ്പാക്റ്റ് ആയ ഒരു വിഷയമാണ്. പക്ഷെ എല്ലാവരും വിചാരിച്ച് കാണും നമ്മൾ ലോക കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് വിട്ടുപോയോ എന്നുള്ള രീതിയിൽ. അതായത് അഹമ്മദാബാദിലെ വിമാനാപകടം. നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് അനുശോചനം അറിയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ഒരു ആദ്യത്തെ ഒരു വിഷമഘട്ടം കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത് അതിന് പിന്നിൽ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ വിദഗ്ധർ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആവേണ്ടതുണ്ട്. നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ്, ഈ ഒരു വിമാനാപകടം ഒരു അട്ടിമറിയാണോ എന്നൊരു ചോദ്യം ഉണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഇതുണ്ട്? നമ്മൾ അതുകൂടെ തന്നെ, കാരണം നമ്മുടെ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ശരത്ത് ഇപ്പം സൂചിപ്പിച്ചാൽ നമുക്ക് ആദ്യം 275 പേര് മരണപ്പെട്ടല്ലോ. അപ്പം അവർക്ക് ഒരു കണ്ടോളൻസ് ഓഫർ ചെയ്ത് നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. ആത്മനാ നമ നിർവാണ. ആത്മാവ് സാൽവേഷൻ കിട്ടട്ടെ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ. അപ്പോൾ ഇത് എനിക്കിത് പിന്നെ ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. പല ഏജൻസീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്കെപ്പോഴും ഒരു പോലീസ് മൈൻഡ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് എപ്പോഴും കാണും. എത്ര വയസ്സായാലും അത് അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, എൻ്റെ സ്കിൽസും അത് ഇതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത് DGCAയും ആക്സിഡൻറ്റ് എയർ കാർഗോ ട്രാഫിക് ആക്സിഡൻറ്റ് ബ്യൂറോ പ്ലസ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള 53 ബ്രിട്ടീഷുകാർ മരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ടീമും പിന്നെ USA എന്നുള്ളൊരു ടീമും, ഇത്രയും പേര് ചേർന്നാണ് ഇത് അന്വേഷിക്കുന്നത്. അതൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനാണ്. ഈ ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ ഈ ഇതുണ്ടല്ലോ, മറ്റേ ബ്ലാക്ക് ബോക്സ്, ഓറഞ്ച് ബോക്സ്, അതിൻ്റെ ഡീകോഡിങ് ഇന്ത്യയിലുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പം നമ്മൾ ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ അത് USA തന്നെ പോകേണ്ടി വരും, ഈ ബോയിങ് കമ്പനി തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിനകത്തൊരു ക്രിമിനൽ ആംഗിൾ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സബോട്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കാണും. എപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു തിയറിയൊക്കെ ഉണ്ടായിരിക്കണം. ആ തിയറി ചിലപ്പം പൊളിഞ്ഞു പോവും, ചിലപ്പം സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യും. അങ്ങനെ തന്നെയാണ് എല്ലാ കേസിനും. എവിഡൻസിൻ്റെ ബലത്തിൽ നമുക്കൊരു തിയറി ഉണ്ടായിരിക്കും. ലാസ്റ്റിലെ അക്യൂസ്ഡ് ബ്രീഫ് ചെയ്യുള്ളൂ ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന്. അത് ഏകദേശം നമ്മുടെ തിയറിയായിട്ട് ടാലി ചെയ്തു പോകും. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യത്തെ എവിഡൻസ് ഇതിനെ പറയും. 2 മെയിൻ എവിഡൻസാണ് എനിക്കുള്ളത്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. ഒന്ന്, സാറ ആഡംസ് എന്ന് പറയുന്നൊരു ലേഡി. അവർ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ത്രെറ്റ് പെർസെപ്ഷൻ എക്സ്പെർട്ടാണ്. അവർ ആക്ച്വലി അത് ഗ്രേപ്പ് വൈനാണ്, എനിക്ക് ഐ എം നോട്ട് ഷുവർ. പക്ഷെ അവർ CIAയുടെ ഒരു മെയിൻ കക്ഷിയാണ്, മെയിൻ ഒരു എക്സ്പെർട്ടാണ്. പക്ഷേ നമ്മുടെ ട്രംപ് വന്ന ശേഷം അവരെ പുറത്താക്കിയെന്നോ, അവർ CIAയുടെ റോഗ് ഡിവിഷനിൽ ഒരു ഓഫീസറാണെന്നോ ഒക്കെയാണ് പറയുന്നത്. എനിവേ അവർ ഒരു ഷോയിൽ, നമ്മുടെ ഇപ്പോൾ മറുനാടൻ്റെ നമ്മുടെ ഇതുപോലുള്ളൊരു ഷോയിൽ അവർ റെഗുലറായിട്ട് ഈ ത്രെറ്റ് പെർസെപ്ഷനെ പറ്റിയൊക്കെ അവർ TV വരുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദിവസം മുമ്പ് അവർ 24-ലും അവരിത് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഗാർഡിയനിൽ പറഞ്ഞെന്ന് പറയുന്നു, പത്രത്തിൽ അഭിമുഖം കൊടുത്തു പറയുന്നു, അത് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നും പറയുന്നു. അത് എനിക്കറിഞ്ഞൂടാ എന്താണ് ആക്ച്വലി സംഭവിച്ചത്. പക്ഷെ അവർ പറഞ്ഞു, ആ ഷോയിൽ പറഞ്ഞു. അത് ഭയങ്കര ഒരു പോപ്പുലർ TV ഷോയാണ്. ആ ഷോയിൽ അവർ പറഞ്ഞു, ഈ നമ്മുടെ ഭാരതത്തിൽ ഒരു
ഒരു ലാർജ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയിലെ ഒരു അറ്റാക്ക്, 2 അറ്റാക്ക് ഉണ്ടാകും. അതിലൊന്ന് ഇതായിരിക്കും, ലാർജ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ഒക്കെയാണ്. പക്ഷെ അവർക്ക് ഇത് അറിയാമെന്നിരിക്കണം. കാരണം ഇവർ നേരത്തെ ഈ CIA-യിലുണ്ടായിരുന്നപ്പം ഇവർ പിന്നെ ലിബിയയിൽ 2012 അമേരിക്കൻ കോംപ്ലക്സ് 150 പേരടങ്ങുന്ന ടെററിസ്റ്റ് ഗ്യാങ് വന്ന് ആക്രമിച്ച് അമേരിക്കയ്ക്ക് ഓവർസീസിൽ ഉണ്ടായ ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്കാണ് ഈ ലിബിയയിൽ നടന്നത് 2012. അതുമായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. അപ്പം അങ്ങനെ വന്ന് പിന്നെ ഇവർക്ക് നമുക്ക് എപ്പോഴും ഇൻപുട്സ് എടുക്കണമെങ്കിൽ അത് ഇൻ്റലിജൻസ് ഓഫീസേഴ്സിന് അറിയാം. ഇൻ്റലിജൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന എപ്പോഴും ഇൻപുട്സ് എടുക്കുന്നത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ഒരു 5 ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ടെററിസ്റ്റുകളെ പിടിച്ച് 5 ഇൻഫർമേഷൻ അവന്മാർക്ക് കൊടുക്കുമ്പോൾ അവന്മാരുടെ നിന്ന് നമുക്ക് ചിലപ്പോൾ 2 എണ്ണം കിട്ടും. അത് ചിലപ്പം വളരെ വാലിഡ് ആയിരിക്കും. അത് ലോകത്തിലെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇൻ്റലിജൻസ് ഏജൻസീസ്, ഇന്ത്യക്കാരും ഉപയോഗിക്കുന്നുണ്ട്, മൊസാദും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഈ ടർക്കിഷ് ഈ 2012 ഇതുണ്ടല്ലോ ആ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു നിന്നപ്പോൾ ടർക്കിഷ് എലമെൻസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ടെററിസ്റ്റുകൾക്ക്. ടർക്കിക്ക് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്നാണ് CIA-യുടെ അനുമാനം, ഇവരുടെ അനുമാനം. അപ്പം അവരുമായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ 10 ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ചില ടെററിസ്റ്റുകളെ ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. എന്നിട്ട് വേറെ ഒരു ഇവന്മാർ തമ്മിലും ഭയങ്കര യുദ്ധമാണല്ലോ. അപ്പോൾ ആ ഇൻഫൈറ്റൊക്കെ മുതലാക്കി ഇവർ ഇൻഫർമേഷൻ എടുക്കും. അപ്പം അവരിങ്ങനെ പറഞ്ഞു, ഒരു അഫ്ഗാൻ പാസ്പോർട്ട് ഉപയോഗിച്ച്, ഫേക്ക് അഫ്ഗാൻ പാസ്പോർട്ട് ഉപയോഗിച്ച്, ഒരു അഫ്ഗാനെ ഉപയോഗിച്ച് ആണ് ഈ ഇന്ത്യക്കെതിരായിട്ട് ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ 1 or 2 പ്രാവശ്യം അസഗ്നത അങ്ങനെ പറയൂ. അവർ ഇന്ന ദിവസം എന്ന് പറയില്ല, അവർ പറഞ്ഞു. 24-ലും പറഞ്ഞു, പിന്നെ റീസെൻ്റായിട്ട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ അത് ഒരു വലിയ ഫാക്ടറാണ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈപ്രസിൽ ജയശങ്കർജി മോഡിജി ഇപ്പോൾ പോയതിൻ്റെ 2 മാസം മുമ്പോ അതോ 3 മാസം മുമ്പോ 25-ൽ തന്നെയാണ് തോന്നുന്നത് ജയശങ്കർജി അവിടെ പോയി. ജയശങ്കർജി ഇവിടെ പലരും അത് ഹൈലൈറ്റ് ചെയ്തില്ല. അവിടെ പോയി എന്തൊക്കെയോ ചർച്ച ചെയ്യും. അത് അപ്പം അവർക്ക് മനസ്സിലാവും, അവർ തൊട്ടപ്പുറത്താണ്. ഈ ജമ്മു കാശ്മീരും പാകിസ്ഥാനും പോലെയാണ് സൈപ്രസും ടർക്കിയും. അപ്പം അവരിതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ അസർബൈജാനെ ഉപദ്രവിക്കാൻ വേണ്ടി അർമേനിയക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു. അത് ടർക്കിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ അവർ ഹാപ്പിയല്ല ടർക്കി. പിന്നെ ഇപ്പോൾ പാകിസ്ഥാനും ടർക്കിയും കുറുമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരുമ്പം പിന്നെ ഈ ഇറാൻ ഇപ്പോൾ യുദ്ധത്തിലാണ്. അവർ ഈ നേരത്തെ പാലസ്തീൻ അതിൻ്റെയൊക്കെ ഇത് മറ്റേ അച്ചമ്പട്ടം ഇവരങ്ങ് ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ എൻഗേജ്ഡാണ്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ടർക്കിക്ക് കയറാൻ എപ്പോഴും താല്പര്യം കാണും. ഞാനാണ് PL നമ്മുടെ ഹമാസിൻ്റെയും മറ്റുള്ള ഇസ്ലാമിക അവരുടെയൊക്കെ ലീഡർ ഞാനാണ്, സൗദിയും ഇറാനും ഒന്നുമല്ല എന്നൊക്കെ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് കോവർട്ടായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ 9 ടർക്കിഷ് കമ്പനിയെ നമ്മൾ പുറത്താക്കി. അപ്പോൾ അതൊക്കെ ഒരുപാട് $1 million ബിസിനസ്സാണ്. അപ്പോൾ ടർക്കി ഈസ് അഗ്രീവ്ഡ്. പാകിസ്ഥാൻ ആംഗിളും കൂടെ പാകിസ്ഥാൻ്റെ സ്വന്തം അപ്പനായിട്ട് നിൽക്കുകയാണ് ടർക്കി. ഈ അടുത്ത കാലത്താണ് ഇത്രയും ഒരു ക്ലോസ് ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന് ഇന്ത്യയൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ തനിക്കൊരു ഡർട്ടി ബോംബ് തരാമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻകാർ ഇനി അത് മാത്രമേ ടർക്കിക്ക് കിട്ടാണ്. പക്ഷേ സാർ, അതിനകത്ത് തന്നെ ഒരു ചോദ്യം, ഈ സാധാരണക്കാർ വിമാനത്തിനകത്തുള്ള ആളുകൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ചിട്ട് അത് ഇന്ത്യക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാൻ എങ്ങനെയാണ് അതിനകത്തൊരു സ്കോപ്പ് ഉള്ളത്? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ടെററിസ്റ്റുകൾ, ഉദാഹരണം ടർക്കി ടെററിസ്റ്റുകൾ പെടുമല്ലോ. ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടർക്കി ഈസ് എ ടെററിസ്റ്റ് നേഷൻ ലൈക്ക് പാകിസ്ഥാൻ.
അവർക്ക് എന്ത് കോമണറും പിന്നെ ഗർഭിണികൾ കുട്ടി എന്നൊക്കെ പറയില്ല, എന്ത് ചിന്തയാണ് അവർക്കുള്ളത്? അവർക്ക് അവരുടെ എയിം നടത്തണം. ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു അടിയല്ലേ. ഇത്രയും പേര് കൊല്ലപ്പെട്ടതും പിന്നെ എയർക്രാഫ്റ്റിന് എത്ര രൂപ വരും, എത്ര ബില്യൺ വരും. അപ്പോൾ പിന്നെ എയർ ഇന്ത്യയിൽ ഇനി ആരെങ്കിലും കയറുമോ? നമ്മൾ കയറുമായിരിക്കും, പക്ഷെ എയർ ഇന്ത്യ സ്കിപ്പ് ചെയ്യും പല ഫോറിനേഴ്സും. എയർ ഇന്ത്യ ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഈ ടർക്കിഷ് എയർലൈൻസിനെ നിരോധിക്കണം, ഇവന്മാർ ഇവിടെ കയറി മേയാണ്, ദേ ആർ റൂളിംഗ് ദ റൂസ്റ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ എയർ ഇന്ത്യക്കൊന്നും ഒന്നും കിട്ടുന്നില്ല, എന്തിനാണ് ഇവന്മാരെ പുറത്താക്കണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ്. ടർക്കിഷ് എയർലൈൻ വലിയ ത്രെട്ടാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ ക്യാച്ചപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് ഫ്ലൈറ്റ് ഇത് ചെയ്തിരിക്കുന്നു, ഓർഡർ ചെയ്തിരിക്കുന്നു. അപ്പം ടർക്കിഷ് എയർലൈൻസ് ഇവിടുന്ന് നല്ല, ഞാൻ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു, എൻ്റെ ഡാറ്റയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ മിഡിൽ ഈസ്റ്റ് സെക്ടറിൽ നിന്നാണ് ഈ ടർക്കിഷ് എയർലൈൻസ് പൈസ ഉണ്ടാക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, 3 ബില്യൺ ഡോളേഴ്സാണ് അവരുടെ ഇൻകം. നമ്മുടെ എയർ ഇന്ത്യയുടെയും മറ്റേ ഇൻഡിഗോയും കൂടെ കൂട്ടിയപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പം ഈ എയർ ഇന്ത്യ തൊലയ്ക്കണം, പിന്നെ ടാറ്റയെ തൊലയ്ക്കണം. ടാറ്റയ്ക്ക് മറ്റേ ഹമാസിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ആണുള്ളത്. അപ്പം അത് അങ്ങനെ ചെയ്യണം. സാർ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ടാറ്റയാണ് ഇതിൽ വരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിമർശനം കേട്ടത് ബോയിങ് കമ്പനിയാണ്. അത് അമേരിക്കൻ കമ്പനിയായിട്ട് അതിലൂടെ ഒരു സ്കോപ്പ് കാണില്ല. ഇപ്പം ടാറ്റ മാത്രമായിരിക്കില്ല ലക്ഷ്യം, ചിലപ്പോൾ ബോയിങ് ആണെങ്കിലോ. ബോയിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ ഇപ്പം ഒരുപാട് പേരും ഇപ്പോൾ അതിനകത്ത് നാണക്കേടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അവർ കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ പരിഹാസങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ജെന്യുവൻ ഡൗട്ടാണ് പറഞ്ഞത്. പക്ഷേ ടർക്കിയെ സംബന്ധിച്ചിടത്തോളം ടർക്കിയുടെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അഗൻസ്റ്റാണ് ടർക്കി. ടർക്കി ഈസ് നോട്ട് അറ്റ് ആൾ ഹാപ്പി വിത്ത് USA. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യൂറോപ്യൻ ഈ ടർക്കിയില്ലേ, ഞാൻ ഈ ടർക്കിഷ് ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വളരെ മോശപ്പെട്ട ഇതാണ്. എനിക്ക് യുണൈറ്റഡ് നേഷൻസ് ടർക്കിഷ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്, വളരെ മോശപ്പെട്ട ആളുകളാണ്. അപ്പം വളരെ മോശം പെരുമാറ്റമാണ്. ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ പരമ പുച്ഛമാണ്. അപ്പം ഈ ടർക്കി പറയുന്നത്, ടർക്കി ഒരുപാട് ബുക്കുകൾ തിയറികളൊക്കെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. വി ബിലോങ് ടു യൂറോപ്യൻസ്, വി ആർ യൂറോപ്യൻസ്, ബട്ട് വി ആർ നോട്ട് ബീങ് കൺസിഡേർഡ് പ്രോപ്പർലി ലൈക്ക് അതർ യൂറോപ്യൻ നേഷൻസ്. ഈ ടർക്കിയെ അങ്ങനെ തന്നെ ബാക്കിയുള്ള EU-ൽ ഇവന്മാർ ശരിയല്ല എന്നുള്ള ഇത് തന്നെയാണ് ടർക്കിയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അത് ഈ അമേരിക്ക ആണ് അമേരിക്കയും ബ്രിട്ടനും ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് EU-ലില്ല, നാറ്റോയിലുണ്ട്. അപ്പം ഇവർ പകുതി ഏഷ്യയും പകുതി യൂറോപ്പുമാണ്, കുറച്ച് ഭാഗങ്ങൾ ഏഷ്യയിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ടർക്കി രഹസ്യമായിട്ടും പരസ്യമായിട്ടും റഷ്യയെ പോയി കൊട്ടുപിടിച്ചു. അമേരിക്കയോടുള്ള USA എതിർപ്പ് കൊണ്ടാണ് റഷ്യയെ പോയി കൊട്ടുപിടിച്ചത്. റഷ്യയായിട്ട് വളരെ ക്ലോസ് റിലേഷൻസ് ഉണ്ട്, ഈ ഇറാനുമായിട്ട് ശത്രുതയിലും അല്ല. അപ്പം ഈ USA അലയല്ല ടർക്കി. അവർ ചില കാര്യങ്ങൾ USA ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ USA ഈ എർദോഗാൻ ഇഷ്ടമല്ല. അപ്പോൾ എർദോഗാൻ എവിടുന്നെങ്കിലുമൊക്കെ ഒരു ഡർട്ടി ബോംബ് കിട്ടിയാൽ പിന്നെ ഈ ഇറാൻ ചിന്തിച്ച പോലെ തന്നെ പിന്നെ ബാക്കിയുള്ള യൂറോപ്പിനെ വരട്ടാൻ വളരെ എളുപ്പമാണ്. സകലവനെ അവർ വരട്ടും. മാത്രമല്ല അവർ അത്ര മോശമല്ലാത്ത ഫോഴ്സും ഉണ്ട്, അത്ര മോശമല്ലാത്ത ഇറാനെ പോലെയുള്ള, ഇറാനെക്കാളും മികച്ചെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ F-16 അവർക്കുണ്ട്. ഇറാൻ അതൊന്നും ഇല്ലല്ലോ, കുറച്ചുകൂടെ മികച്ചതാണ് ടർക്കിയുടെ. പ്ലസ് ഒരു ബോംബും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടർക്കി പറഞ്ഞത് പോലെ നമുക്ക് EU ചേരാം. പിന്നെ നാറ്റോയിലെ ഏറ്റവും വലിയ USA കഴിഞ്ഞാൽ നാറ്റോയിലെ ഏറ്റവും വലിയ ഫോഴ്സ് ടർക്കിയാണ് ഇൻ ഫിഗേഴ്സ്. അപ്പോൾ ടർക്കിക്ക് USA ഇഷ്ടമല്ല. അപ്പോൾ ബോയിങ്ങിന് ഒരു തട്ട് കൊടുത്താൽ അത് USA കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ USA ടർക്കിയുടെ അഥവാ ടർക്കി ഇതിനകത്തുണ്ടെങ്കിൽ USA ഉണ്ട് എതിരാളി, ഇന്ത്യ ഉണ്ട്, പിന്നെ ടാറ്റയുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷിയല്ല, ഒരു വെടിക്ക് 5 പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല പല ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ പാകിസ്ഥാനെ അപ്പീസ് ചെയ്യുക, ഇതൊക്കെ ഇതിനകത്ത് കാണാതിരിക്കാൻ നമുക്ക് പറ്റില്ല. സപ്പോസ് അവർ ഇതിനകത്ത് വന്നില്ലെങ്കിൽ പോലും, ടെറർ ആംഗിൾ വന്നില്ലെങ്കിൽ പോലും, ഈ ഞാൻ പറഞ്ഞ ഈ ചിന്ത ടർക്കിയുടെ മനസ്സിലുണ്ട്, അതിന് ഒരു സംശയം വേണ്ട. അപ്പോൾ സാറ ആഡംസ് അങ്ങനെ പറഞ്ഞു.
അത് നമ്മുടെ ആളുകൾ അത് എന്തുകൊണ്ടത് പർസ്യൂ ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ. ചിലപ്പോൾ പർസ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ അവർ കറക്റ്റ് മെഷേഴ്സ് എടുത്തു കാണും. പക്ഷേ ഇങ്ങനെ ഒരു ബോയിങ് തകർക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല നമ്മുടെ ആളുകൾ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ചിലപ്പോൾ അവർ ചിന്തിച്ചാണ്. അങ്ങനെ USA ചലഞ്ച് ചെയ്യുമോ ടർക്കി? ചെയ്യും തന്നെയാണ് ടർക്കിയുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് അർദോഗൻ ഈസ് എ ചീറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. തുർക്കിയെ ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ഒരു നിരീക്ഷണമായിരുന്നു. പക്ഷെ ഇതിനകത്ത് എത്രത്തോളം വർക്കൗട്ട് ആണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷനിൽ ഇപ്പോൾ ഒന്നാമതായി, മാത്രമല്ല നമ്മളിൽ തന്നെ യുവാക്കളുടെ എണ്ണം കൂടുതലുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം എർദോഗാൻ അവിടുത്തെ സ്ത്രീകളോട് 3, 4, 5 പ്രസവിക്കാൻ പറയുന്നു. ഇപ്പോൾ അവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പോപ്പുലേഷൻ കുറയുന്നത്. അതിൽ യുവാക്കളില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇതിനകത്ത് വല്ലതും ടോപ്പിക്കായിട്ട് വരുന്നുണ്ടോ? ഈ പൊളിറ്റിക്സ് കണ്ട സ്ഥിതിക്ക് എനിക്ക് തോന്നിയൊരു സംശയമായിരുന്നു അതിനകത്ത്. ഇല്ല, ഡെഫിനറ്റ്ലി നോട്ട്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഇന്ത്യയോട് അസൂയപ്പെട്ടിട്ട് ടർക്കിക്ക് കാര്യമൊന്നുമില്ലത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു ആംഗിൾ അത് വളരെ സ്ട്രോങ് ചാൻസ് ആണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭയങ്കര ഹാപ്പിയാവും, ഈവൻ ചൈനയെ ഹാപ്പിയാവും. ഇത് ഇവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ള ആ ആംഗിള് അത് വേറൊന്നാണ്. അതായത് എൻ്റെ ഒരു തിയറി, അതായത് ബാൾട്ടിമോറിൽ 2024 സ്കോട്ട് കെല്ലി എന്നാണെന്ന് തോന്നുന്നു, സ്കോട്ട് കെല്ലി എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിൽ ഒരു കപ്പൽ പോയി ഇടിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് അന്ന് തൊട്ട് ഞാൻ വാച്ച് ചെയ്യണം. അത് ആദ്യം മാത്രമല്ല, അവിടുത്തെ USA സോഷ്യൽ മീഡിയയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ അതൊക്കെ തരാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ. അത് ആദ്യത്തെ ഇനിഷ്യൽ ഒരു ഇതെന്ന് പറയുന്നത് ഫ്യൂവലിൽ ഇത് ചെയ്തെന്നാണ്, അഡൾട്രേറ്റ് ചെയ്തെന്നാണ്, അട്ടിമറി, ടെററിസം ത്രൂ അതങ്ങനത്തെ ഒരു ആദ്യത്തെ സംഭവമാണ്. ഇതേപോലെ ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്തു കപ്പൽ ഏകദേശം ഇത്രയും ഇതിനേക്കാളും വലുതായിരിക്കും. അത് വലിയ വലിയ സാധനമായിരുന്നു, കണ്ടെയ്നർ ഷിപ്പായിരുന്നു. അത് കൊളംബോയിലോട്ട് വരെയായിരുന്നു അവിടുന്ന്. അപ്പം ബ്ലിങ്ക് ചെയ്തു, പിന്നെ കത്തും, പിന്നെ എന്നിട്ട് അത് പോയി അങ്ങ് ഇടിച്ചെന്നാണ്. അപ്പോൾ ക്യാപ്റ്റൻ പഠിച്ച പാൻറ്റോണി നോക്കിയിട്ടും പോയി ആ ബ്രിഡ്ജിൽ ഇടിച്ചെന്നാണ്. അത് വലിയൊരു ആക്സിഡൻ്റ്, കുറേ പേര് കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷെ അവൾ 6 or 7 പേരോ മറ്റോ ആ ബ്രിഡ്ജിലുണ്ടായിരുന്നവർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. മേ ബി എ ടെസ്റ്റ് കേസ്. USA എപ്പോഴും ടെററിസ്റ്റുകൾക്ക് ഇന്ത്യയെക്കാളും ഇഷ്ടം USA ആണ്. അപ്പോൾ USA എപ്പോഴും അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് കയറാം. അവരുടേത് അത്ര ഭയങ്കര സെക്യൂരിറ്റിയും അത്ര ഭയങ്കര മോണിറ്ററിങ്ങും ആയതുകൊണ്ടാണ് മറ്റേ ട്വിൻ ടവറും ഒക്കെ കഴിഞ്ഞിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ടെററിസ്റ്റ്. പക്ഷെ അവരെപ്പോഴും ഒരു റിപ്പോർട്ട് അനുസരിച്ച് 109 ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്, പിന്നെ ഇസ്ലാമിക ടെററിസ്റ്റ് ഗ്രൂപ്പ് USA-ക്കകത്ത്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്ര പക്കയാണ് അവരുടെ സിസ്റ്റം. അപ്പം ഇത് അങ്ങനെയാണെങ്കിൽ എന്തട്ടിമറി എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. 2 അട്ടിമറിയാണ്. ഇതിന് നമ്മളിപ്പം പ്ലെയിൻ ഓടിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ല. നമ്മുടെ ഒരു പോലീസ് ആംഗിളാണ്. ഒന്ന്, പാരീസിൽ നിന്ന് ഈ ഫ്ലൈറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8:40 പാരീസിൽ നിന്ന് വിട്ടു 11-ാം തീയതി. എന്നിട്ട് 8 മണിക്കൂറോ 10 മണിക്കൂറോ പറന്ന് ഡൽഹിയിലെത്തി. എന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കോ മറ്റോ അഹമ്മദാബാദിലേക്ക് വന്നു. അപ്പോൾ ഞാൻ NIA ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ ഇവർക്കും ഇപ്പം അന്വേഷിക്കുന്ന ഏജൻസീസിനും ഇതൊക്കെ ചെയ്യാം. പോലീസ് ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം നോക്കുന്നത് പാരീസിൽ എന്തായിരിക്കും സംഭവിച്ചത്. സാഡ്ലി പാരീസിലെ ടർക്കിഷ് പ്രസൻസ് എയർപോർട്ടിൽ ഈ എയർ ഇന്ത്യ ടേക്ക് ഓഫ് ചെയ്ത ആ ടെർമിനലിൽ ടർക്കിഷ് കാർഗോ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, ഹാൻഡിലിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ മെയിൻ്റനൻസ്, ഇതൊക്കെ ഒരു വലിയ സാധനം അവിടെ ഉണ്ട് ടർക്കിയുടെ. പിന്നെ ഈ കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് എയർബസും നമ്മുടെ ഇവരും തമ്മിൽ, ബോയിങ്ങും തമ്മിലുള്ള ഉടക്ക്. ഇപ്പോൾ ബോയിങ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര അടിയാണ് ബോയിങ്ങിന്.
അപ്പം എയർബസ് അടിച്ച് കയറിക്കൊണ്ട് എയർബസ് ആണ് ബെറ്റർ. ഉം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനുണ്ട് അത് നമുക്ക് പുറകെ പറയാം. അപ്പോൾ നമുക്കൊന്നും പറയാൻ ഒക്കില്ല. ഈ കമ്പനികൾ തമ്മിലുള്ള ഇതാണ്. അതിനകത്ത് ഇന്ത്യയാണ്, പാവപ്പെട്ട സർദാർജിമാരാണ്, മലയാളികളാണ് അതിനകത്ത് ഇരിക്കുന്നത്. അയ്യേ അങ്ങനെ അങ്ങനെയൊന്നും അവർ കാണില്ല. എങ്ങനെയും ബോയിങ്ങിനെ കൂപ്പുകുത്തുക എന്നായിരിക്കും. എയർബസിൻ്റെ ഡയറക്റ്റായിട്ട് ആരും ഇല്ലെങ്കിലും അവർക്ക് കോവർട്ടായിട്ടും ഓവർട്ടായിട്ടും ഒക്കെ ചിലപ്പം കണക്ഷൻസ് കാണും. അപ്പോൾ അവർ വിചാരിക്കും അവിടെ അങ്ങ് പാരീസിൽ വലിയ ചെക്കിംഗ് ഒന്നും വേണ്ട, എയർ ഇന്ത്യയൊക്കെ തന്നെ നമ്മൾ വലിയ ചെക്കിംഗ് ഒന്നും വേണ്ട, പിന്നെ നമ്മുടെ റാഫേലൊക്കെ വാങ്ങിക്കുന്നു, അതൊക്കെ ശരി. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എയർബസിന് കുതിച്ചു കയറ്റുമായിരിക്കും ഈ ബോയിങ്ങിന് എന്തെങ്കിലും പറ്റിയ. അപ്പം ഒരു പക്ഷേ അവരുടെ ഒരു കാൽവസ് നെഗ്ലിജൻ്റ് ആറ്റിറ്റ്യൂഡ് പാരീസ് അതോറിറ്റീസിൻ്റെ ഇവരുടെ കയ്യിലാണ്. ടർക്കിഷ് മാക്സിമം പിടിച്ച ഇവന്മാരെയല്ലേ പിടിക്കുന്നു. ഫ്രഞ്ച് പോലീസിനെ, ഫ്രഞ്ച് സിസ്റ്റത്തിനെ പിടിക്കാൻ നോക്കില്ലല്ലോ. പക്ഷെ കുറച്ചുകൂടെ ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതും അവർക്ക് തടയാൻ. അവരത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പാരീസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടൈമർ ഘടിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫ്ലൈറ്റ് ഇനി എങ്ങോട്ടാണ്, ഇത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇത് ടോക്കിയിൽ പോയി, അതിനു മുമ്പ് തൊട്ട് മുമ്പ് മെൽബണിൽ പോയി, എന്നിട്ട് വരെയാണ് വന്നിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റാണ്. അതൊക്കെ ഇവന്മാർക്ക് അറിയാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ടർക്കിഷ് ഏജൻസീസൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു ടൈമർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഫിറ്റ് ചെയ്താൽ ഇത് ഇനി ലണ്ടനിലേക്ക് വരും, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവും. ഇത് അധികം നേരം ലേ ഓവർ കിടക്കില്ല ഈ എയർക്രാഫ്റ്റ്. ഇത് ഭയങ്കര ബിസി എയർക്രാഫ്റ്റാണ്. എന്തെങ്കിലും ഒരു സാധനം ഫിറ്റ് ചെയ്ത് ഇതെനിക്ക് തോന്നുന്നു. അപ്പം പാരീസിന് തലേദിവസം രാത്രി 8:40 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 1:40 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അഹമ്മദാബാദിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും സാധനം ഫിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടോ? ഹൂ നോസ്, വി ഡോണ്ട് നോ. ദാറ്റ് ഈസ് വൺ തിങ്. സംഗതി എന്ന് പറഞ്ഞാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പിന്നെ എന്തായാലും പാരീസിൽ നിന്ന് ഫ്യൂവലിംഗ് നടത്തില്ല, തികയില്ല. പിന്നെ ലണ്ടനിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഫ്യൂവലിംഗ് നടത്തിയിട്ടുണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമ്മളെ അണ്ണന്മാരാണ് കൈകാര്യം ചെയ്യേണ്ടത്, ടർക്കിഷ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിത് 2 ദിവസം പോകണം അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല? ഇവന്മാരെ മുച്ചൂടും ഇവിടുന്ന് പുറത്താക്കണ്ടേ? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരെ. ഇവിടെയാണ് അവരെ മെയിൻ്റനൻസ്, കാർഗോ ഹാൻഡിലിംഗ് എല്ലാം ടർക്കിഷാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ കയ്യിലാണ് ട്രിവാൻഡ്രം എയർപോർട്ട്, നാഗ്പൂർ, പിന്നെ വേറെ 1-2 എയർപോർട്ട് ഈ ടർക്കിഷ് എയർലൈൻ ഇവരുടെ കയ്യിലാണ്. എങ്ങനെ ഇവന്മാർക്ക് നേരത്തെ തന്നെ ഇവന്മാർക്ക് എന്തിനു കൊടുത്തു എന്നുള്ളതാണ്. ടർക്കി ഈസ് ഓൾവേസ് എവർ എനിമി. നമ്മുടെ നളന്തയും വിക്രമശൈലി 6 മാസം നിന്ന് കത്തിയത് ടർക്കിഷ് ജനറൽ ഒന്നാണ് കത്തിച്ചത്. ടർക്കി ഈസ് നെവർ ഫ്രണ്ട്ലി ടു ഇന്ത്യ, നെവർ എവർ. പാകിസ്ഥാൻകാർ പോലും ചെയ്യാത്ത കാര്യങ്ങളിൽ ടർക്കി ചിലവ് മുറിഞ്ഞൊന്നിരിക്കും. അവർക്ക് നമ്മളുമായിട്ട് യാതൊരു DNA വിസ ഒരു ബന്ധവുമില്ല. പിന്നെ അവൻ ഈ സായിപ്പ് എന്നുള്ള അവൻ ആക്ച്വലി സായിപ്പ് അല്ല, ഈ ക്രോസ് ബ്രീഡാണ് എല്ലാം കൂടെ. എത്ര എണ്ണം ഉണ്ടെന്ന് നോബഡി നോസ്. അപ്പം ഈ ഭയങ്കര ഒരു കോംപ്ലക്സ് ആണ് ഇവർക്ക്. അത് ഞാൻ കണ്ടതാണ് യുണൈറ്റഡ് നേഷൻസിന് ഉമ്മനെ ചാട്ടവും ബഹളമൊക്കെ. അപ്പം ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. എന്താ ട്രിവാൻഡ്രത്ത് നിന്നൊരു സാധനം ഫിറ്റ് ചെയ്ത ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ബോംബെ പെട്ട് ബോംബെ നിന്നായിരിക്കും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വേറെ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരെണ്ണം ചെയ്ത. ഇത് അധികാരം ശ്രദ്ധപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടിട്ടെങ്കിലും കാണട്ടെ. അപ്പം എന്നിട്ട് പിന്നെ അടുത്ത ഡൽഹിയിൽ നിന്ന് ടൈമർ ഫിറ്റ് ചെയ്ത് വിടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഡൽഹിയിൽ ഇവരില്ല, ടർക്കിഷ് എയർലൈൻ ട്രാഫിക് ഒന്നുമില്ല, അവന്മാരില്ല. ഒരു കമ്പനി ഉണ്ട്, അന്ന് സെൽബി എന്നാണ് മറ്റേ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവരെ 2 ആഴ്ചയ്ക്ക് മുമ്പോ മറ്റോ നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞ് ഇവന്മാരെ പുറത്താക്കണോ നമ്മൾ പറഞ്ഞോണ്ടെന്ന് ഞാൻ പറയില്ല. നമ്മൾ പറഞ്ഞ് ഇവിടെ നമ്മളെ ഡിസ്കഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് 2 അല്ല 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാരെല്ലാം പുറത്താക്കി. പക്ഷെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഏത് ദിവസം തൊട്ട് ഈ കരാറൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഒരാളെ പിടിച്ച് പുറത്താക്കാൻ പറ്റും, അവർ കോടതിയിലൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇവന്മാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഡൽഹിയിൽ, ഐ ഡോണ്ട് നോ. അപ്പോൾ ഡൽഹി പിന്നെ ഇവന്മാർക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്തൂടെ ആരെങ്കിലും, നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ വാടകയ്ക്ക് എടുത്തു. ഇവിടുത്തെ സ്പൈയിങ് എല്ലാം നടത്തണം, മൊത്തം
പാകിസ്ഥാനീസാണോ? അല്ല, ഇന്ത്യക്കാരത്. ഇപ്പോൾ ഒരുത്തിയെ പിടിച്ചില്ലേ, മറ്റേ ബ്ലോഗറെ, അവൾ ഇന്ത്യക്കാരിയല്ലേ? അപ്പോൾ അതേപോലെ ഇനി ഡൽഹി എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും വാടകയ്ക്ക് എടുത്ത് എന്തെങ്കിലും ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വിട്ടാണോ? ബിക്കോസ് ഈ ലൗഡ് ബേസ്റ്റ് ഉണ്ടായെന്നാണ്. അത് അയാൾ ജീവിച്ചിരുന്നതുകൊണ്ടാണ്. നമ്മുടെ അസ്മൽ കസബ് ജീവിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞത് ഈ പാകിസ്ഥാൻ ബോംബെയിൽ നടത്തിയ അറ്റാക്ക്. അതേപോലെ ഇയാൾ ജീവിച്ചിരുന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഇയാൾ നല്ല ടോപ്പ് സെക്യൂരിറ്റിയിൽ അങ്ങനെ കിടത്തിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ തട്ടിക്കളയും ഇവന്മാർ വിചാരിച്ച് 99.999% ഒരാളും ജീവിക്കില്ല എന്നാണ്. പക്ഷെ അതിലൊരാൾ സർവൈവ് ചെയ്തു. അത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന് ഭയങ്കര ഇതാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ലൗഡ് എക്സ്പ്ലോഷൻ 2 പ്രാവശ്യം മറ്റോ പ്ലെയിനിൽ കേട്ടെന്നാണ്. അപ്പോൾ ഈ ടൈമർ വർക്ക് ചെയ്തതായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പേ തന്നെ ഒരു സുരക്ഷാ നടപടികളൊക്കെ എടുക്കുന്നതായിരിക്കുമല്ലോ. പൈലറ്റിനെങ്കിലും ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ ഫ്ലൈറ്റ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ടേക്ക് ഓഫ് ചെയ്യും വരെ അപ്പോൾ പ്രശ്നങ്ങളില്ലായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ആ ടേക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു എറർ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബോയിങ്ങിലെ ഏറ്റവും അത്യാധുനികമായ ഒരു ഇതായിട്ടാണ് അതിന് 737 പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ മുൻകൂട്ടി അത് മനസ്സിലാക്കിയില്ലേ? അവിടുത്തെ ക്രൂ ആയാലും ഒരുപക്ഷെ പൈലറ്റ് ആയാലും ATCക്ക് ഒന്നും ഇതിനകത്ത് അറിയാൻ പറ്റിയില്ലേ എന്നൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. ATCക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പൈലറ്റിന് അങ്ങേര് അതിനകത്ത് കയറിയിട്ട് അങ്ങേര് പോയി ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ പ്ലെയിനുകളൊക്കെയാണ് ഫിസിക്കലായിട്ടൊക്കെ പൈലറ്റ് പോയി നോക്കണം. ഇത് അതിനകത്ത് കയറി ദിസ് ഈസ് ഹാവിങ് ഫ്ലൈ ബൈ വയർ സിസ്റ്റം. മോസ്റ്റ് മോഡേൺ ഇതാണ് എയർബസും ഇതുമൊക്കെ ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്ന് പറയും. അതൊക്കെ ഉള്ളതാണ്. ആ പൈലറ്റ് അവിടെ ചെന്നിട്ട് 2-3 സ്വിച്ച് ഇട്ട കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവും ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഇതിനകത്ത് അവിടെ ഇത് പ്ലാൻ ചെയ്യുന്നവനും ഭയങ്കര ബുദ്ധിയുള്ളവനാണ്. ചുമ്മാ നമ്മളെ തേർഡ് റേറ്റ് ടെററിസ്റ്റുകളല്ലല്ലോ ഇത് പ്ലാൻ ചെയ്യുന്നത്. അഥവാ ടർക്കി ഉണ്ടെങ്കിൽ, ടർക്കിയെ പോലുള്ളൊരു രാഷ്ട്രം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് ഭയങ്കര ഹൈടെക് പ്ലാനിങ് ആയിരിക്കും. പൈലറ്റിനെ കണ്ടുപിടിക്കാൻ നോക്കില്ല. പക്ഷേ ഈ മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, ക്രൂസ് താഴെ. ഈവൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ പോലും പൈലറ്റിന് ഒരു ലിമിറ്റുണ്ട് നോക്കുന്നതിന്. കംപ്ലീറ്റ് ചെക്കിങ് ഈ ഓഫീസേഴ്സ് ഉണ്ട്, കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ഒരു ക്രൂസ് ഒക്കെ, അവരാണ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവർ ഓക്കെ എന്ന് പറയുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. പൈലറ്റിന് ഒരു ലിമിറ്റുണ്ട്. അതേപോലെ ഇറ്റ്സ് എ ഹ്യൂജ് എയർക്രാഫ്റ്റ്. പൈലറ്റിന് ഓരോന്നോരോന്ന് പരിശോധിക്കാൻ പറ്റും. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, മെയിൻ്റനൻസ് മറിച്ച് അവരാണ് നോക്കേണ്ടിയിരുന്നത്. പിന്നെ അവരെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഇവന്മാർ കൊടുക്കുന്ന ലക്ഷങ്ങളല്ലല്ലോ. പിന്നെ മറ്റേ ടാക്സ് 7-ൽ എൻ്റെ പേരിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണും. ഈ നേരത്തെ ഈ ടർക്കിഷ് ഏജൻസീസ് ഇവിടെ വർക്ക് ചെയ്തിരുന്നപ്പം ഇവർ ചിലപ്പോൾ അന്നേ പ്ലാൻ ചെയ്ത് കാണും. നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ ഇന്ത്യക്കാരൊക്കെ കാണും. അതിനകത്ത് ലേഡി ആംഗിൾ ഉണ്ട്, ഹണി ട്രാപ്പ് മറിച്ചൊക്കെ ഉണ്ട്. ടർക്കി ഇതിന് പറ്റിയ ഒരു കേന്ദ്രമാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടർക്കിഷുകാർ തന്നെ ഇത് ചെയ്യണമെന്നില്ല, അവരുടെ ഇൻഫ്ലുവൻസിലും ചെയ്യാം. ഒന്നീ ഡൽഹി ചെയ്തു, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ ചെയ്തു. എവിടെ ആളുകളുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ കോൺട്രബാൻഡ് പിടിക്കുന്ന മുദ്ര പോർട്ടലല്ലേ, ഗുജറാത്തിലല്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ? അപ്പോൾ ഈ ഇത് ഫിഫ്ത്ത് ഈ ചാരന്മാർ, ഇൻഫിഡൽസ്, നോൺ പാട്രിയോട്സ്, എനിമീസ്, രാജ്യത്തിൻ്റെ എനിമീസ് എല്ലായിടത്തും കാണും. എവിടെയും വരെ. അതിനകത്ത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ സർദാറിനോ മുസ്ലിം എന്നൊന്നുമില്ല. എത്രയോ ഹിന്ദുക്കളെ ഇവിടെ പാകിസ്ഥാന് വേണ്ടി സ്പൈങ് നടത്തി നമ്മൾ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അപ്പം അഹമ്മദാബാദിൽ ചെയ്യാം, ഡൽഹിയിൽ ചെയ്യാം. പാരീസിൽ നിന്ന് ടർക്കിഷുകാർ തന്നെ ഫിറ്റ് ചെയ്ത് അങ്ങ് വിടും. അവരാദ്യം ഇത് പഠിക്കും, ഇവിടെ ആരൊക്കെയാണ് നോക്കുന്നതെന്ന്. ഡൽഹിയിലും എയർപോർട്ടിലും ഒക്കെ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ ഹോംവർക്ക് ചെയ്യാതെ തന്നെ ഇതൊന്നും ഫിറ്റ് ചെയ്യില്ല. അപ്പം അത് ചെയ്ത് കാണും. അപ്പം ഇവരിത് നോക്കേണ്ടിയിരുന്നു. ഹ്യൂമൻ എററുണ്ട്. ചിലപ്പം മനഃപൂർവ്വം അല്ലായിരിക്കാം, ചിലപ്പം വെള്ളം കീടം അടിച്ച് വന്ന് ഒരു ലെവലിൽ. എത്ര പൈലറ്റ്സിനെ ഞാൻ ഇമിഗ്രേഷൻ ജോലി ചെയ്തപ്പോൾ 2-3 പൈലറ്റ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നടക്കാൻ വയ്യ, ഇവൻ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്, പിടിച്ചിവിടെ നിർത്തി. ഈ പൈലറ്റ് ആയാലും ക്രൂ ആയാലും ഇവൻ സ്ഥിരം വെള്ളമണിക്കാരനാണെങ്കിൽ അതിനെ മനസ്സിലാക്കി അവനെ ബ്രൈബ് ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ശരത്തെ. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ NIA പോലുള്ള ഏജൻസീസിന് അല്ലെങ്കിൽ ലോക്കൽ പോലീസ്
ഗുജറാത്ത് പോലീസോ ഡൽഹി പോലീസ് അവരാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ജനങ്ങൾ അറിയാൻ കുറവായിരിക്കും ഈ വിഷയം. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ. കാരണം ഏജൻസികൾ വരും, അതിൻ്റേതായ ഒരു അന്വേഷണം നടക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സാറ് പറയാൻ വേണ്ട പല കാര്യങ്ങളും അറിയുന്നത് ഇപ്പോൾ ഒരുപക്ഷെ പൈലറ്റ് മദ്യപിച്ചിട്ട് തന്നെ വണ്ടി എടുക്കുമെന്ന്, വിമാനം എടുക്കുമെന്ന്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് പറയാൻ കാരണം NIA അടക്കമുള്ള ഏജൻസി വന്നപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് മാറി അന്വേഷണത്തിൻ്റെ ഒരു ഇതിലേക്ക് മാറിയത്. അപ്പോൾ താങ്കളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സമീപനം NIA അടുത്ത നീക്കം എന്തായിരിക്കും ഇതിനകത്ത്? മാത്രമല്ല ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യം പറയുന്നത് താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു എന്ന നിലയിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കൂടെ ബലത്തിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത്? സാധാരണ ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയണമെന്നില്ല, ചിലപ്പോൾ ദേശസുരക്ഷയൊക്കെ ബാധിച്ചിട്ടായിരിക്കും. എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന അടുത്തൊരു നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. അല്ല, NIA ഇറങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ മറ്റേ എയർ ട്രാഫിക് കൺട്രോൾ ബ്യൂറോയും എയർ ട്രാഫിക് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും DGCയും പോലീസിനകത്തില്ല. ഫസ്റ്റ് ഫൈൻഡിങ്സ് എടുക്കാൻ വേണ്ടി NIA വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് ഈ അപകടം നടന്ന് 2 ദിവസത്തിനകത്ത് തന്നെ അവർ ഫുള്ളൊന്നും വന്നിട്ടില്ല. അത് ചിലപ്പോൾ അവർ വെറുതെ വന്നതായിരിക്കും. ഇത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. NIA വന്നിട്ട് സാമ്പിൾ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. കാര്യം ഇതൊക്കെ കോടതി ചലഞ്ച് ചെയ്യും. കോടതി ചലഞ്ച് ചെയ്യും. നിങ്ങൾ എന്തിനാ സാമ്പിൾ എടുത്തോണ്ട് ഡിഡ് യു ഫൈൻഡ് ദാറ്റ് ഇറ്റ് വാസ് എ സബോട്ടേജ്, ദെൻ വൈ ഡിഡ് യു ടേക്ക് ക്രിസ് ക്രോസ്? അത് തൊലച്ചലും ഡിഫൻസ് ലോയേഴ്സൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം NIA ഉദ്യോഗസ്ഥന്മാർ എൻ്റെ കൂടെ വരും. പിന്നെ സാമ്പിൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. സാമ്പിൾ എടുത്താലല്ലേ ഫോറൻസിക് ടെസ്റ്റും മറ്റൊന്നും മറിച്ചൊക്കെ നടത്തുക. അത് NIA വേണമെന്നില്ല, ഇവർക്കും ചെയ്യാം. ഈ ഞാൻ പറഞ്ഞ ബ്യൂറോ അസിസ്റ്റ് ചെയ്യാല്ലേ വേണമെങ്കിൽ NIAക്ക് അസിസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതും പറ്റില്ല. നോ നോ, ദ കേസ് ഹാസ് ടു ബി രജിസ്റ്റേർഡ് ആൻഡ് ദ കേസ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു NIA ഓർ CBI ഓർ ലോക്കൽ പോലീസ്. അല്ലാതെ പിന്നെ എല്ലായിടത്തും പോലീസുകാർ വന്നാൽ ശരിയാവില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ കൂടെ പോകാം, ഒരു ക്യൂരിയോസിറ്റീസേക്ക്. അല്ലെങ്കിൽ PMO ജയശങ്കർജിയോ ടോപ്പിലുള്ള അജിത് ഡോവൽ സാറോ ആരെങ്കിലും പറഞ്ഞാണ് നിങ്ങൾ IG എടുത്തോ അല്ലെങ്കിൽ SP എടുത്തോ അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റിഗേറ്റർ NIA നിങ്ങളൊന്ന് കൂടെ പോ എന്നുള്ള. ചിലപ്പം അവർക്ക് ചില ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. സാറേ അത് നോക്ക്, ഇത് നോക്കിയോ, നമുക്കിങ്ങനൊരു സംശയമുണ്ട്. അത് അൺഒഫീഷ്യലാണ്, അങ്ങനെ പറയുന്നത്. ഒഫീഷ്യലല്ല, NIA വന്നിട്ടില്ല. അത് ഇവർ പറയണമെങ്കിൽ ഇവരിത് ഈ ഫോറൻസിക് ടെസ്റ്റ് പിന്നെ ഡാറ്റ റെക്കോർഡർ ഇതെല്ലാം അനലൈസ് ചെയ്ത ശേഷം അവർ തീരുമാനത്തിലെത്തും ഇത് ഡിസൈൻ ഫോൾട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ പൈലറ്റ് എറർ കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അത് ഇവരത്ര പ്രൊഫഷണൽ അല്ല. പൈലറ്റിന് ഈ പർട്ടിക്കുലർ എയർക്രാഫ്റ്റ് പറത്തുന്ന പൈലറ്റിന് അതിന് പ്രൊഫഷൻസി വന്നിട്ടില്ല. അവർ ബോയിങ് കമ്പനിയാണ് അത് ചെയ്യേണ്ടത്. അവർ സിമുലേറ്റർ ഇട്ട് ഇവരെ പഠിപ്പിക്കണമായിരുന്നു. അതൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് NIAക്ക് കാര്യമില്ല. ഇതൊരു ക്രിമിനൽ ആംഗിൾ വന്നാൽ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഇവരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിൽ NIAക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഈ ഫോറിൻ എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് NIAക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. CBIക്ക് കൊടുത്താൽ അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പം പിന്നെ ഈ അഡൾട്രേഷൻ ഞാൻ പറഞ്ഞത് വാട്ടർ കണ്ടൻറ്റ് വന്നാൽ മതി. സിമ്പിൾ വാട്ടർ കണ്ടൻറ്റ്. എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാവാം. അല്ല, നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ആളല്ലേ. അപ്പം അതിനകത്ത് ചിലപ്പം നമ്മൾ മിസ്സിങ് വരും. വണ്ടി ഇങ്ങനെ പൊട്ടലും ചീറ്റും ഏകദേശം അതുപോലെയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് ഈ ഐസ് ഫോം ചെയ്ത, അപ്പോൾ അത് ചിലർ പറയുന്നത് അതങ്ങ് -25 39 ഫീറ്റ് 41 ഫീറ്റിൽ പോകുമ്പം ഭയങ്കര ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പം ഐസ് ക്രിസ്റ്റലൈസേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് ആൻറ്റി ക്രിസ്റ്റലൈസേഷൻ ലിക്വിഡൊക്കെ ഇതിനകത്ത് ചേർക്കും, അങ്ങനെയൊന്നും വരാതിരിക്കാൻ. പോകും 41 അടി പോകുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ, -30 40 എന്നൊക്കെ പറഞ്ഞ്. അപ്പം ക്രിസ്റ്റലൈസേഷൻ വരാം. പക്ഷെ ഇതങ്ങ് പോയിട്ടില്ല. അന്ന് അഹമ്മദാബാദിൽ 41 ഡിഗ്രി ആയിരുന്നു വെളിയിൽ ടെമ്പറേച്ചർ. അപ്പം ഒരിക്കലും അത് വരില്ല. പക്ഷെ നമുക്കറിഞ്ഞൂടാ
ഇതിനകത്ത് ഐസ് ക്യൂബ് ഫോം ചെയ്യത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ഐസ് ക്യൂബ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതും ഇനി ഈ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണല്ലോ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ATF-നകത്ത് എന്തെങ്കിലും നമുക്ക് അറിഞ്ഞൂടാ, നമുക്കൊന്നും അറിഞ്ഞൂടാത്ത, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഈ ഷിപ്പിൽ അത് ചെയ്തല്ലോ, വന്ന് ഇടിച്ചെന്ന് പറഞ്ഞില്ലേ. പക്ഷെ അത് അമേരിക്ക ബംഗിൾ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ അവരത് പുറത്ത് പറഞ്ഞില്ല. അവർ പറഞ്ഞ് അത് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് കൊണ്ടാണ് സംഭവിച്ചത്. ചിലപ്പോൾ ഈ USA പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ, ഇസ്രായേലും അങ്ങനെ ചെയ്തതായി. അവർ പറയും അത് പക്ഷി വന്ന് ഇടിച്ചാണെന്നാണ് പറയും. അവർ വെളി പറയില്ല. അപ്പം അത് ഇവന്മാരെ കളിപ്പിക്കാനാണ്, ഈ ക്രിമിനൽസിനെ കളിപ്പിക്കാനാണ്. എന്നിട്ട് അവർ രഹസ്യമായിട്ട് പണി കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. ഇനി ഇന്ത്യയും ചിലപ്പോൾ അതുപോലെ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൊസാദൊക്കെ അങ്ങനെ ചെയ്യും. അവർ ടെററിസ്റ്റുകൾ ഇപ്പോൾ പരസ്യമായിട്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയാൽ അവർ പറയും ടെററിസ്റ്റാണ്, വേറെ നിവൃത്തിയില്ലല്ലോ. അല്ലാതെ വേറെ എന്തെങ്കിലും, ഇപ്പം ഈ ബാൾട്ടിമോർ കപ്പലപകടം ആക്ച്വലി അത് ടെററിസ്റ്റ് ആക്ട് ആണ്. പക്ഷേ അമേരിക്കയ്ക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവരെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പണി കൊടുക്കുന്നുണ്ടായിരിക്കും, വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ, 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടല്ലേ ഉള്ളൂ. അതേപോലെ ചിലപ്പോൾ ഇന്ത്യ മിണ്ടാതിരുന്ന അജ്ഞാതനെ ഇറക്കി വിട്ടാലോ, അത് പൈലറ്റ് അത് എളുപ്പം പറയാമല്ലോ, പൈലറ്റ് ഇല്ലല്ലോ, ഈ പൈലറ്റ് മരണപ്പെട്ടുപോയി. അപ്പം അങ്ങനെ പറയാമല്ലോ, പൈലറ്റ് ക്വസ്റ്റ്യൻ ചെയ്യില്ലല്ലോ. അതാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു രഹസ്യമായിട്ട് തന്നെ മനസ്സിലായി, നമുക്ക് ഈ ഒരു റോ അടക്കമുള്ള ഒരു അന്വേഷണ രീതി അറിയാം. അവർ ജനങ്ങളോട് പറയണമെന്ന് റോ ഇതിനകത്ത് വരും, റോ വരും. അപ്പോൾ അവർക്ക് ഇതിനകത്ത് പറയുന്നൊരു കാര്യം, എല്ലാം ജനങ്ങളെ ബോധിപ്പിക്കണമെന്നില്ല. പക്ഷെ അവർ ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാലും നാളെ ഒരു കാലത്ത് ഇത് ചിലപ്പോൾ പുറത്തു വരണമല്ലോ, ഇതിനുള്ളൊരു പ്രതികാരം എന്ന രീതിയിൽ ചിലപ്പോൾ തിരിച്ചു കൊടുത്താലോ ആ രീതിയിൽ ഒരു ചാൻസ് പുറത്ത് വരണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് വരാതിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ ഇത് ആർക്കും ഒന്നും അറിഞ്ഞുവിടാം. എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചേ പറ്റും. പൊട്ടിത്തെറി ഉണ്ടായി, ഇതല്ലേ ഉള്ളൂ. അത് പലതരത്തിലുള്ളതാണ്. പക്ഷി ഇടിച്ചു, ഫൈലർ ഉണ്ടായതൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നോ ബേഡ് ഹിറ്റ്, ഇതിനകത്ത് ഒരു ബേഡ് ഹിറ്റും ഇല്ല. ബേഡ് ഹിറ്റ് ഇടിച്ചിട്ട് 2018 തോന്നുന്നു, ബേഡ് ഹിറ്റ് ഇടിച്ചിട്ട് ഹഡ്സൺ റിവറിൽ കൊണ്ട് അമേരിക്കൻ പൈലറ്റ് ഇറക്കി. അത് പിന്നെ കനേഡിയൻ ഗൂസ് എന്ന് പറഞ്ഞ ബേഡ് ഹിറ്റ് കയറിയതാണ്. പക്ഷെ അവർ ഇറക്കി, എല്ലാവരും സർവൈവ് ചെയ്തു. അപ്പോൾ ടെറർ ആംഗിൾ ഇതാണ്. പിന്നെ ഞാൻ ടെറർ ആംഗിൾ എന്ന് പറയാൻ കാര്യം, ഇത്രയും പേര് മരണപ്പെട്ടിട്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ട്, ഇത് ഇന്ത്യയെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു ട്രാജിക് ഇൻസിഡൻ്റാണ്. അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ G7 മീറ്റിംഗ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ക്രൂഷ്യൽ. അത് പ്രൈം മിനിസ്റ്റർ പോയേ പറ്റൂ, ബിക്കോസ് വി വോണ്ട് ഇറ്റ്. പക്ഷേ സൈപ്രസിലെ വിസിറ്റ് സാധാരണഗതിയിൽ ഇപ്പോൾ ക്രൊയേഷ്യയും അല്ലെങ്കിൽ അപ്പുറത്തെ ബോസ്നിയയും ആണ് അദ്ദേഹം പോയിരുന്നത്, അത് ക്യാൻസൽ ചെയ്ത് തന്നെ. പക്ഷെ സൈപ്രസ് അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൺ ദ വാൾ. നമ്മളെ പോലുള്ളവർക്ക് ഇറ്റ്സ് ഓൺ ദ വാൾ. ടർക്കിഷ് ആംഗിള് അദ്ദേഹം കണ്ടു കാണും, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചെയ്തതാണ് ടർക്കിഷ് ആംഗിള്. എന്നാൽ പിന്നെ അവനൊരു പണി കൊടുത്തിട്ട് എൻ്റെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് സൈപ്രസിൽ പോയത്. കാര്യം ഞാൻ സൈപ്രസ് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിനെ ഓക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ വേറൊരു നൊട്ടോറിയസ് പ്ലേസാണ്. ഈ സൈപ്രസ് ഗ്രീക്കുകാരാണ്, ഓർത്തഡോക്സ് സഭക്കാരാണ്. അവരുടെ ഒരു 25-30% ടർക്കിഷുകാർ പിടിച്ചോണ്ടിരിക്കും. അങ്ങ് ഓക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ തന്നെ മോഡിജി പോയി മൗണ്ടൻ്റെ ഒക്കെ പടമുണ്ട്. ആ മൗണ്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അങ്ങനത്തെ ഒരു അവസരമല്ലല്ലോ, ഒരു സന്ദർഭമല്ലല്ലോ. അവിടെ തന്നെ പോയി നിന്ന് പിന്നെ ഇതൊക്കെ എടുത്ത്, പടമൊക്കെ എടുത്ത്, അത് മെസ്സേജാണ്. നല്ല ക്ലിയർ, നല്ല ഏറ്റവും ബുദ്ധിയുള്ള ഈ മൊസാദിനെ പോലുള്ളവരോ CIA പോലുള്ളവരോ MI6 ഇവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അന്ന് കാണുമ്പോൾ ശരത്തിനെ എനിക്കിഷ്ടമല്ലേ, അളിയ, അണ്ണ, അനിയ, മക്കളെ, അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ടാണ് പണി. അല്ലാതെ നമ്മളിവിടെ വേടാ, നീ എന്നെ പണ്ട് അത് ചെയ്യില്ലേടാ, ഇത് ചെയ്തില്ല, അങ്ങനെ ഇവർ സംസാരിക്കുകയില്ല. അപ്പം അതേപോലെ മോഡിജി അവിടെ പോയിന്ന് പടമൊക്കെ എടുത്തു, മെസ്സേജ് ഈസ് ഗിവൺ. മാത്രമല്ല ഇപ്പം നമ്മൾ മറ്റേ സൈപ്രസ് കുറേ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവന്മാരെ എന്നും വലിയൊരു ത്രെട്ടാണ്. പിന്നെ അപ്പം മോഡിജി എന്തിന് സൈപ്രസ് സ്കിപ്പ് ചെയ്യാതെ ഇവിടെ നിൽക്കാതെ എന്തിന് സൈപ്രസിൽ പോയെന്നുള്ളത് ഇറ്റ്സ് ഓൺ ദ വാൾ. ദർ മസ്റ്റ് ബി എ ടെറർ ആംഗിൾ ഓഫ് ടർക്കി എന്ന് നമുക്ക് പ്രസ്യൂം ചെയ്യാം. പിന്നെ ടെറർ ആംഗിൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഉള്ളത് പൈലറ്റ്സ് എറർ എന്ന് പറയുന്നത്. അതിനകത്തൊരു സോഫ്റ്റ്വെയർ അവർ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്.
പക്ഷെ അത് വർക്ക് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു മുന്നേ ഇതേപോലത്തെ ബോയിങ്ങിൻ്റെ 2 എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഉണ്ടായത്. ഒന്ന് 2018 ലയൺ എയറിൻ്റെ സുനേജ എന്ന് പറഞ്ഞ ഇന്ത്യൻ പൈലറ്റാണ് അത് ഇത് ചെയ്തത്. ഇന്തോനേഷ്യയിൽ തകർന്നു വീണ് എല്ലാവരും മരിച്ചു. അത് കഴിഞ്ഞിട്ട് 5 മാസത്തിന് ശേഷം പിന്നെ എത്യോപ്യൻ എയർലൈൻസിൻ്റെ അയാളും വളരെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റായിരുന്നു, മരണപ്പെട്ടു. എല്ലാവരും മരണപ്പെട്ടു. ഉടനെ ബോയിങ് ചാടി ഇറങ്ങി വന്ന് പറഞ്ഞു അത് ഏതൊരു ആക്സിഡൻറ്റും എയർബസിനായാലും ബോയിങ്ങിനായാലും വിലപ്പെട്ടതാണ്, അവർക്ക് കോസ്റ്റ്ലിയാണ്, അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു വിഷയം. അവർ വന്ന് പറഞ്ഞ് ഇയാൾ ബോയിങ്ങിൻ്റെ അന്നത്തെ ചീഫ് എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, അയാൾ പറഞ്ഞു ഇത് സംഭവിച്ചത് അമേരിക്കൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുകയില്ലായിരുന്നു, അത് ഏഷ്യ എന്നുള്ള ഏത് ഒരുത്തനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുനേജ, ക്യാപ്റ്റൻ സുനേജയുടെ വൈഫ് ഭയങ്കരമായിട്ട് പത്രസമ്മേളനം നടത്തുകയും അത് കണ്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു, കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പം സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിച്ചു അത് ഇവരുടെ ഈ സോഫ്റ്റ്വെയർ ഗ്ലിച്ചായിരുന്നു. അതിൻ്റെ അത് ബോയിങ്ങിൻ്റെ തന്നെ കുഴപ്പമാണ്. പിന്നെ ഫ്യൂസലേജ് ഡിസൈൻ അതിന് കുഴപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ എത്യോപ്യൻ എയർലൈൻസിൽ പോയപ്പോഴും 5 മാസത്തിന് ശേഷം ഇതേപോലെ ഭയങ്കര പ്രശ്നമുണ്ടായി, എല്ലാവരും മരിച്ചു. അന്ന് ഈ എത്യോപ്യൻ പൈലറ്റിനെ കുറ്റം പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പൈലറ്റിൻ്റെ ഇത് വെച്ചിട്ട് അയാളും ഭയങ്കരമായിട്ട് എത്യോപ്യയും കൂടെ ഇടപെട്ട് അത് കണ്ടസ്റ്റ് ചെയ്ത് അവസാനം അത് പിന്നെ ഡിസൈൻ കുഴപ്പമാണ്, ഫ്യൂസലേജിൻ്റെ കുഴപ്പമാണ്, ഫ്യൂസലേജ് ഉണ്ടാക്കുന്ന ഈ ബോയിങ്ങിൻ്റെ USA എന്നൊക്കെ പറഞ്ഞ് പൈലറ്റിൻ്റെ കുഴപ്പമല്ല എന്ന് പിന്നെ കോമ്പൻസേഷനൊക്കെ കൊടുക്കണമല്ലോ, അതൊക്കെ അവർക്ക് ഒഴിവാക്കാം ബോയിങ്ങിന്. അപ്പോൾ അതൊന്നും പറ്റില്ല, ബോയിങ്ങിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒറ്റ എയർക്രാഫ്റ്റ് താഴെ ഇറക്കിയില്ല. അങ്ങനെ 2022 ചൈനയിൽ വീണ്ടും ബോയിങ് സീരീസ് ഞാൻ മറന്നുപോയി, 138 പേര് കൊല്ലപ്പെട്ടു. അന്ന് ചൈനയാണ് ലോകത്തിൽ ആദ്യം ബോയിങ് താഴെ ഇറക്കിയത്. ബോയിങ് എയർക്രാഫ്റ്റിനെല്ലാം താഴെ ഇറക്കിയിട്ട് 20 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബോയിങ് ഏറിപ്പോയത്. അപ്പോൾ ട്രംപ് കൂടെ അതിനകത്ത് ഇടപെട്ടുണ്ട്, താഴെ ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പൈലറ്റ്സ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ത്യക്ക് ഇതിനകത്ത് കൈയുണ്ട്. ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ ഈ 3 രാഷ്ട്രങ്ങളിലാണ്, ആൻഡ് USA ഈ 4 രാഷ്ട്രങ്ങളിൽ, അമേരിക്കയ്ക്ക് പുറത്ത് ഈ 3 രാഷ്ട്രങ്ങൾ, നമ്മുടെ ബാംഗ്ലൂരും നാഗ്പൂരും പിന്നെ ഫ്ലോർ ബീം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ബോയിങ്ങിൻ്റെ ഈ എയർക്രാഫ്റ്റ് ഡ്രീം ലൈനിൻ്റെ സ്പെയർ പാർട്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പാർട്സ് നമ്മളും ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യക്ക് അതിനകത്തൊരു വലിയ സെയിങ് ഉണ്ട്. അപ്പോൾ നോൺ ടെറർ ആംഗിൾ ഇതാണ്. ഫ്യൂസലേജിൻ്റെ കുഴപ്പമെന്ന് പറയാൻ അത് കൊണ്ടുവരാൻ എളുപ്പമാണ്, അങ്ങനെ അതൊക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ. പിന്നെ ഈ ഡിസൈൻ കുഴപ്പമാണ്, സോഫ്റ്റ്വെയറിന് ഒരു കുഴപ്പമുണ്ട് ഇതിനകത്തുണ്ട്. അത് പിന്നെ സിമുലേറ്ററൊക്കെ ഇട്ട് പൈലറ്റിന് ട്രെയിൻ കൊടുക്കണമെങ്കിൽ ബോയിങ്ങിന് ഒരുപാട് കോസ്റ്റ് ആവും. അത് സ്റ്റിൽ ഇറ്റ് ഈസ് അൺസോൾവ്. അത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് എയർബസ് രക്ഷപ്പെട്ടു. അപ്പം ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലെങ്കിൽ ദ സയൻസ് സിഗ്നൽ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടെറർ ആക്ട് ആകാൻ തന്നെയാണ്. പ്രത്യേകിച്ച് പാരീസിൽ നിന്ന് വന്ന സാധനമായിട്ട് പാരീസിൽ ടർക്കിയുടെ ഒരു വലിയൊരു സാധനം തന്നെയുണ്ട്. അവന്മാർ വല്ലതും പണിഞ്ഞതാണോ, ടൈമർ വല്ലതും ഫിറ്റ് ചെയ്ത് വിട്ടതാണോ, അതോ അവന്മാർ ബ്രൈബ് ചെയ്ത് ഇവിടുന്ന് ഇതിനകത്ത് പിന്നെ അഡൾട്രേറ്റ് ചെയ്തതാണോ, വെള്ളം കയറ്റി വിട്ടതാണോ, അത് വേറെ എന്തെങ്കിലും ആണോ, നോബഡി നോസ്. കാരണം ഞാൻ 30 സെക്കൻഡ് നിന്നുള്ളൂ വേറെ, അതിനു മുമ്പ് അങ്ങ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇവന്മാർക്കറിയാം 30 സെക്കൻഡ് കത്തും, ഇത്രയും സാധനം ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഈ ജെറ്റിസൺ ചെയ്യാന്ന് പറയും. ജെറ്റിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഫുൾ ലോഡാണെങ്കിൽ ഇപ്പോൾ ഇത് അഹമ്മദാബാദിൽ നിന്ന് പൊങ്ങിയ ഉടനെ എന്തെങ്കിലും പ്രശ്നം ഫ്യൂസേജിന് ഈ ഫ്യൂവലിലുണ്ടെന്ന് പൈലറ്റിന് എന്തെങ്കിലും സംശയം വന്നാൽ അത് ജെറ്റിസൺ ചെയ്യാം. അതിങ്ങനെ കറങ്ങി നടന്ന് മൊത്തം വെളി കളയും, എന്നിട്ട് ഇറങ്ങാമോ. ഈ ഫുൾ ലോഡോടെ ഇറങ്ങാൻ പറ്റില്ല, ആക്സിഡൻ്റ് ഉണ്ടാവും. അത് ചെയ്യാനുള്ള അവസരം പോലും കിട്ടിയില്ല. അതിനു മുമ്പേ ഇത് പോയി. ഒന്നേ ടൈമർ വെച്ച ബോംബ്, അല്ലെങ്കിൽ അഡൾട്രേഷൻ ഓഫ് ദിസ് ATF, ഇത് രണ്ടും ആകാനാണ് ചാൻസ്. 60% ഇത് സബോട്ടേജ് ആകാനാണ് എൻ്റെ ഒരു പോലീസ് ആംഗിളിൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. സാർ അതുപോലെ ലാസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു, അതിനോടുകൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അതായത്
നോൺ ടെറർ ആസ്പെക്ട്സ് നോക്കുമ്പോൾ എനിക്ക് ഏത്? തോന്നുന്നു ഇപ്പം നോൺ ടെറർ ആയിട്ടുള്ള ഇപ്പം Non നേരത്തെ terror. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഉം. അതിനകത്ത് തന്നെ ഇനി നോക്കുമ്പോൾ ഇതിനകത്തുള്ള വ്യക്തികൾ ഓരോരുത്തരെയും നമ്മൾ നോക്കണമല്ലോ. ഇപ്പം നമുക്ക് അറിയാം സൗന്ദര്യ നടി സൗന്ദര്യ മരിച്ച ഒരു വിമാനാപകടം ഉണ്ടായിരുന്നു. വിമാനാപകടത്തിലാണ് അവർ മരിച്ചത്. അപ്പോൾ ആ സമയത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അവരെ ലക്ഷ്യമിട്ട് അവരെ ആണ് ഈ വിമാനാപകടം തന്നെ നടന്നതെന്ന് പറയപ്പെടുന്നു. ആ ഒരു ചാൻസ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒരു ഒരു ചോദ്യമായി ഒരു ചാൻസാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്തുള്ള ഏതെങ്കിലും ഒരാളെ കേന്ദ്രീകരിച്ച് അത് അയാൾക്ക് വേണ്ടി മൊത്തം നടത്തിയ ഒരു രീതിയിലേക്ക് ഇത് പോകാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് വിഷയം ഇങ്ങനത്തെ ആസ്പെക്ട്സും കൂടെ പറയുന്നതുകൊണ്ട് ചോദിക്കുന്നതേ ഉള്ളൂ. അല്ല, സാർ അപ്പോൾ ഇത് പിന്നെ അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം ഞാൻ 0.1% അങ്ങനെ ഒരു VIP ഇതിനകത്തില്ലായിരുന്നു. അത് നമ്മുടെ ഉം, കേരളക്കാരുടെ മലയാളികളുടെ ഒരു ചിന്തയാണ്. ചിന്തയാണെന്നേ ഉള്ളൂ. ഇല്ല, അങ്ങനെയുള്ള ഒന്നും വലിയ ആളുകളൊന്നും ഇതിനകത്തില്ല. ഓക്കെ. ഹൈ വാല്യൂഡ് VVIPs ഒന്നും ഇതിനകത്തില്ല. ഇല്ല. ഇത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഒന്നിൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ആക്കാൻ എളുപ്പമാണ്, പക്ഷേ അതാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് മോഡിജിയുടെ സൈപ്രസ് വിസിറ്റും അവിടെ ചെന്ന് ഇവനെ മസിൽസ് ഫ്ലെക്സ് ചെയ്ത് നിന്നതും എർദോഗാനെ നോക്കി. പിന്നെ ഈ പാരീസ് നിന്നാണ് ഇത് വന്നത്. അവിടെ വലിയ ഇവർക്ക് ഇതുണ്ട്, ഓപ്പറേഷൻ സെൻ്റർ ഉണ്ട്. അപ്പം വേണമെങ്കിൽ ആഫ്റ്റർ 15 hours വർക്ക് ചെയ്യുന്ന സാധനം പിന്നെ ഇവിടെ ആരാണ് നോക്കുന്നതെന്നുള്ളത് അവർക്കറിയാമായിരിക്കും. ചിലപ്പോൾ അവനെ ബ്രൈബ് ചെയ്താണ്. നെഗ്ലിജൻസ് ഇവിടെ ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഇത് അഡൾട്രേഷൻ, വാട്ടർ കണ്ടന്റ് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ, എങ്ങനെയെങ്കിലും കയറ്റി വിട്ടു. അങ്ങനെ 60% ദിസ് ക്യാൻ ബി എ ടെറർ ആക്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ തോന്നുന്നു. വാർത്തകൾ നമ്മൾ എത്രത്തോളം അറിയുന്നത് എല്ലാം പൂർണ്ണമായിട്ടും കേൾക്കണമെന്നില്ല. എന്തായാലും ഇത് നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ താങ്കളുടെ ആസ്പെക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമുക്കിതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നമ്മളൊരു വിദഗ്ധർ ഒന്നുമല്ല. അതായത് നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യുന്ന വിദഗ്ധരല്ലല്ലോ എന്നൊക്കെ. അപ്പം നമ്മൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആസ്പെക്ട്സ് ആണ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാദം നമ്മൾ നിർത്തുകയാണ്. ഇല്ല, നമ്മൾ പൈലറ്റിൻ്റെ എക്സ്പെർട്ടൈസും അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ ആസ്പെക്ട്സ് പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇപ്പം അജിത് ഡോവൽ സാർ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യാൻ പോയത് ഇല്ലല്ലോ. പക്ഷെ അദ്ദേഹം പോളിസി മേക്കറാണ്. എല്ലാം നമ്മൾ അവിടെ പോയി ചെയ്യണമെന്നില്ല, ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. അദ്ദേഹം ബാറ്റിൽ ചെയ്യാതെ എങ്ങനെയാണ് കീ ഡിസിഷൻസ് അദ്ദേഹം എടുക്കുന്നത്? അദ്ദേഹം IPS ഓഫീസറാണ്. അപ്പം അങ്ങനെ നിർബന്ധമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്ര അടി പറക്കുമ്പം എങ്ങനെ പ്ലെയിൻ ചരിക്കണം അതൊന്നും നമുക്കല്ല. സ്വാഭാവികമായിട്ട് അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയപ്പോൾ നിങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും പറയണം, നിങ്ങൾ എപ്പോൾ സംയമനം പാലിക്കുക, ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഞാൻ അതാണ് ഒരിക്കൽ കൂടി പറഞ്ഞത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന താങ്കളുടെ ആസ്പെക്ട്സ് ഇതിനകത്ത് നിർണായകമാണ്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥനായി പോകുമ്പം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ബാങ്കിൽ, ഞാൻ CBI ഇരിക്കുമ്പോൾ ഒരു ചെക്ക് ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഐ ഡോണ്ട് നോ, ഞാൻ ചെക്ക് കണ്ടിട്ടുണ്ട്, എനിക്ക് ഒന്നുമേ അറിഞ്ഞൂടാ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഒന്നും. ഞാൻ പഠിച്ചു, എന്നാലേ എനിക്ക് അതെനിക്ക് ഓപ്പൺ കേസ് എനിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 1-2 ബാങ്കിലെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നൊരു സ്റ്റുഡൻറ്റിനെ പോലെ ഞാൻ പഠിച്ചു, എങ്ങനെയാണ് ചെക്ക്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ, എങ്ങനെയാണ് ലെഡ്ജർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഈ കമ്പ്യൂട്ടർ ഇല്ല, എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ഇതുപോലൊരു ഇൻവെസ്റ്റേഷന് പോവുകയാണെങ്കിൽ ഞാൻ പൈലറ്റിൻ്റെ അടുത്തും ഇതുപോലുള്ള എല്ലായിടത്തും ഞാൻ സംസാരിക്കും. എന്നിട്ട് ഞാൻ ഓരോ സിനോറിയോ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചാർജ് ഷീറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ കേസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവനാണ് പ്രതി എന്ന് പറഞ്ഞൊരു കോടതി ശിക്ഷിക്കാൻ പറ്റും. അതുപോലെ അത് നമ്മൾ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ എക്സ്പെർട്ട് തന്നെ ആയാലേ ഇതൊക്കെ സംസാരിക്കാവൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇത് കൺവിൻസ് ആകുന്ന ഒരു കാര്യം കൂടിയാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ ഇതിനകത്തൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വന്ദേ മാതരം.